ഇനി നമ്മൾ ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് UDFന്റെ പാനലിലെ മുഴുവൻ ആളുകളും വളരെ കൃത്യമായി തന്നെ വോട്ട് രേഖപ്പെടുത്തുകയും അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകൾ നേടാൻ സാധിക്കുകയും ചെയ്തു എന്നതാണ്. കോൺഗ്രസിന്റെ 63 വോട്ടുകളും തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ലഭിച്ചു. മുസ്ലിം ലീഗിന്റെ കൃത്യമായി 22 വോട്ടുകൾ, കേരള കോൺഗ്രസിന്റെ 7 വോട്ടുകൾ, RSPയുടെ 3 വോട്ടുകൾ, അങ്ങനെ മുഴുവൻ വോട്ടുകളും. അതിൽ ഏറ്റവും ഒടുവിലായി നമ്മൾ കാണുന്ന മറ്റുള്ളവർ എന്ന പട്ടികയുണ്ട്. ആ പട്ടികയിൽ യഥാർത്ഥത്തിൽ 3 അംഗങ്ങൾ ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ ഇപ്പോൾ പ്രോട്ടേം സ്പീക്കറായി ഈ വോട്ടെടുപ്പിനെ നിയന്ത്രിച്ച G. സുധാകരനായിരുന്നു. അദ്ദേഹം വോട്ട് ചെയ്തില്ല. അങ്ങനെ വളരെ കൃത്യമായി CMP, RMP, NCK ഉൾപ്പെടെ UDFന്റെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകളും വളരെ കൃത്യമായി തന്നെ വോട്ട് രേഖപ്പെടുത്തുകയും അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകൾ നേടുകയുമാണ് ചെയ്തത്. ഇനി മറുഭാഗത്ത് LDFിലേക്ക് വരുമ്പോഴും അവിടെയും ഒരു തരത്തിലുമുള്ള വോട്ട് ചോർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നതാണ്. AC മൊയ്തീന് വളരെ കൃത്യമായി തന്നെ 35 വോട്ടുകളും ലഭിച്ചു. CPIന്റെ 26 വോട്ട്, CPIയുടെ 8 വോട്ട്, RJDയുടെ 1 വോട്ട്, ഇങ്ങനെയാണ് വോട്ട് പോൾ ചെയ്യപ്പെട്ടത്. അതേസമയം ഇത്തവണ 3 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി BJP കൂടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. NDAക്ക് വേണ്ടിയും ഇത്തവണ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. NDAയുടെ BB ഗോപകുമാറിന് 3 വോട്ടുകൾ ആണ് ലഭിച്ചത്. BJP അംഗങ്ങളാണ് 3 പേർ ഉള്ളത്. ആ 3 വോട്ടുകളും ഗോപകുമാറിന് ലഭിക്കുന്നു. അതായത് പുതുമുഖങ്ങൾ ഏറെയുള്ള സഭ, പലരും ആദ്യമായി നിയമസഭയിലേക്ക് എത്തി എന്നതു മാത്രവുമല്ല, MLA എന്ന നിലയിലുള്ള ആദ്യ കടമ്പ, അതായത് വോട്ടെടുപ്പ് പോലെയുള്ള സങ്കീർണമായ ഒരു കടമ്പ അവർ വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ അതും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന തരത്തിലേക്ക് പോകുന്നു. മുന്നണിയുടെ ഒരുമ, അതിനപ്പുറത്ത് ഇനി പല വിഷയങ്ങളിലടക്കം ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. വോട്ടെടുപ്പ് ഉണ്ടാകാം. പക്ഷേ ഈ ഒരു വലിയ മെജോറിറ്റി വെച്ച് അങ്ങനെ ഒരു വോട്ടെടുപ്പ് പ്രതിപക്ഷം ഒന്നിലും ആവശ്യപ്പെടാൻ സാധ്യതയില്ല. എങ്കിൽ പോലും ഇത് വളരെ കൃത്യമായി വോട്ട് പോൾ ചെയ്യപ്പെട്ട് അങ്ങനെ തിരുവഞ്ചൂർ ഇതാ സഭയുടെ നാഥനായിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുണാണ് ചേരുന്നത്. അരുൺ, പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള വോട്ട് ക്രമം, വോട്ട് നില, അങ്ങനെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ 16ാം സഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം നേതാക്കൾ ഓരോരുത്തരായി ഇപ്പോൾ സ്പീക്കറെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തുകയാണ്. എന്താണ് വിവരങ്ങൾ, അരുൺ? അഭിലാഷ് പറയുന്നത് തന്നെയാണ് അതിന്റെ വിശദാംശങ്ങൾ. അതിനപ്പുറത്തേക്കുള്ളത് 25ാമത്തെ സ്പീക്കറാണ്. കേരള നിയമസഭയുടെ 25ാമത്തെ സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 23ാമത്തെ നേതാവും തേറമ്പൽ രാമകൃഷ്ണനും വക്കം പുരുഷോത്തമനും 2 തവണ കേരള നിയമസഭയുടെ സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 23 നേതാക്കൾ. 25ാമത്തെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ദീർഘനാൾ നിയമസഭാ അംഗമെന്ന പരിചയമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഉന്നത ശീർഷനായ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭാ നടപടിയിൽ അത്രയധികം അവഗാഹമുള്ള, പാണ്ഡിത്യമുള്ള നേതാവ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് സംസാരിച്ച കക്ഷി നേതാക്കളെല്ലാം അതുതന്നെയാണ് വ്യക്തമാക്കിയത്. കേരള നിയമസഭയ്ക്ക് അത്രയധികം പ്രധാനപ്പെട്ട ചരിത്രമുള്ള നിയമസഭയാണ്. ആ നിയമസഭയുടെ നാഥനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേൽക്കുകയാണ്. കണക്കുകളൊന്നും വലിയ മാറ്റങ്ങൾ വന്നില്ല. വളരെ കൃത്യമായി BJP ഇതാദ്യമായി കേരള നിയമസഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചു എന്നതാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഇത് ആദ്യമായാണ് BJPക്കാരുള്ള അവസരം സഭയിൽ ഉണ്ടാകുന്നത്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, നേരത്തെ ഇടത് വലത് മുന്നണികൾ മാത്രമാണ് എക്കാലവും സഭയിൽ ഉണ്ടാകുക. അതുകൊണ്ട് 2 സ്ഥാനാർത്ഥികൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഇത്തവണ അത് 3ആയി ഉയർന്നു. 30 ലക്ഷം ജനങ്ങളുടെ പ്രതിനിധി നിലയിൽ സംസാരിക്കുന്നു എന്നാണ് BJPയുടെ നേതാവ്, കക്ഷി നേതാവ് തിരഞ്ഞെടുത്തിട്ടില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഇപ്പോൾ ഈ അഭിനന്ദന പ്രസംഗം, അനുമോദന പ്രസംഗം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നാണ് പുതിയ സ്പീക്കറെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചത്. അതോടുകൂടി അതിനു മുമ്പ് തന്നെ പ്രോട്ടേം സ്പീക്കർ സ്ഥാനം ഒഴിയുന്നതായി G. സുധാകരൻ പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ വ്യക്തി മികവ് അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആദർശ പരിവേഷം ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഒരു ഇടപെടൽ ഇന്ന് സഭയിൽ നടത്തിയത്. പ്രോട്ടേം സ്പീക്കറാണ്. നിയമസഭ സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പുകൾ നിയന്ത്രിച്ച ഭരണാധികാരിയാണ്. അതുകൊണ്ട് താൻ നിഷ്പക്ഷത പാലിക്കുകയാണ്, വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് G. സുധാകരൻ സഭയിൽ പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം വോട്ടെടുപ്പിൽ നിന്ന് മാറുന്നത്. ഏതായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയുടെ സ്പീക്കറായി. ഇനിയുള്ളത് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. അടുത്ത ആഴ്ചയാകും ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഇന്ന് സഭ പിരിഞ്ഞാൽ 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് വേണ്ടിയാകും സഭാ സമ്മേളനം ചേരുക. അല്പസമയത്തിനകം സഭാ നടപടികൾ അവസാനിപ്പിച്ച് പുതിയ സ്പീക്കർ നിയമസഭാ വളപ്പിലെ ദേശീയ നേതാക്കളുടെ, രാഷ്ട്ര നേതാക്കളുടെ പ്രതിമകളിൽ പുഷ്പാർച്ചന നടത്തും. അദ്ദേഹം മാധ്യമങ്ങളോട്
താരങ്ങളോടും ആ ഘട്ടത്തിൽ സംസാരിച്ചേക്കും. ഒരു നടപടിക്രമം കൂടി സഭയിൽ പ്രതീക്ഷിക്കുന്നത് CPM-ന്റെ ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷി നേതാവായി പിണറായി വിജയൻ തീരുമാനിച്ചു. CPM-ന്റെ നിയമസഭാ കക്ഷി നേതാവായി പിണറായി വിജയനെ നാമനിർദ്ദേശം ചെയ്തുള്ള കത്ത് ഇന്നലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിയമസഭാ സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു. ആ സെക്രട്ടറി ഇന്ന് ആ കത്ത് സ്പീക്കറെ ഏൽപ്പിക്കും. സഭാ നടപടികളിൽ സാധാരണ സംഭവിക്കാറുള്ളത് ആ കത്ത് സ്പീക്കർ സഭയിൽ മെൻഷൻ ചെയ്യും. അതായത് പിണറായി വിജയനാകും നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് സ്പീക്കർ മെൻഷൻ ചെയ്യണം. അദ്ദേഹത്തെ സഭ അഭിനന്ദിക്കുകയും ചെയ്യും. അതാണ് ഇനി ഉണ്ടാകേണ്ട ഒരു നടപടിക്രമം ഇന്ന് സഭയിലുള്ളത്. ഇപ്പോൾ CP ജോൺ CMPയുടെ നേതാവ് സംസാരിക്കുകയാണ്, സ്പീക്കറെ അഭിനന്ദിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട്. യെസ്, തീർച്ചയായും സാങ്കേതികമായ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്വം എന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേരത്തെയുള്ള പ്രതികരണം. നീതിബോധത്തോടും നീതിനിഷ്ഠമായി മുന്നോട്ടു പോകും, സ്പീക്കർ ചുമതല നിർവഹിക്കാൻ തനിക്ക് കഴിയുമെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ട് എന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.